എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് ഒരു ഷോളിൻ്റെ അറ്റത്ത് ചെയ്യാൻ പറ്റിയ ക്രോഷ്യ വർക്കാണ്. ഇതിനെ സാരിയുടെ അറ്റത്തും ചെയ്യാം. അതിന് ക്രോഷ്യ ചെയ്യാൻ ഉപയോഗിക്കുന്ന നൂല് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഹുക്ക് 1.0 mm ഹുക്ക്. ആദ്യം ഈ നൂലിൻ്റെ അറ്റത്തൊരു കെട്ടിടണം. നൂല് വിരലും ഇങ്ങനെ ചുറ്റി ഹുക്ക് ഇങ്ങനെ പിടിച്ച് നൂലടക്കം അങ്ങോട്ട് വലിച്ചെടുക്കുക. അപ്പോൾ കെട്ടായി. ഇനി ഇത് ഈ തുണിമ എങ്ങനെ പിടിപ്പിക്കാമെന്ന് നോക്കാം. ഹുക്ക് ഈ തുണിയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കടത്തുക. എന്നിട്ട് ഈ നൂലടക്കം ഇങ്ങോട്ട് എടുക്കുക. 2 നൂല് കിട്ടും. ഹുക്ക് ഇങ്ങനെ ചരിച്ച് ഈ 2 നൂലിൻ്റെ ഉള്ളിൽ കൂടെയും കടത്തുക. അപ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ ആയി. ഇനി ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഹുക്ക് ഇങ്ങനെ ചരിച്ച് ഈ നൂലടക്കം ഈ നൂലിൻ്റെ ഉള്ളിൽ കൂടെ കടത്തുക. അപ്പോൾ 1 ചെയിനായി. 2 3 4 ചെയിൻ ചെയ്യാം. എന്നിട്ട് ഇതിങ്ങനെ വെച്ച് നോക്കുക. വെച്ച് ഇവിടെയല്ല, കുറച്ച് ബാക്കോട്ട് നീങ്ങിയിട്ട് ഹുക്ക് കടത്തി ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇനി 2 ചെയിൻ ചെയ്യാം. 1 2. അത് കഴിഞ്ഞ് ഹുക്ക് ഇങ്ങനെ ചരിച്ച് ഈ ചെയിൻ സ്റ്റിച്ച് ചെയ്തില്ലേ അതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ കടത്തി ഈ നൂലടക്കം ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ 3 നൂല് കിട്ടും. ഫസ്റ്റ് ഈ 2 നൂലിൻ്റെ ഉള്ളിൽ കൂടെ കടത്തുക, വീണ്ടും ഈ 2 നൂലിൻ്റെ ഉള്ളിൽ കൂടെ കടത്തുക. അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ. വീണ്ടും അങ്ങനെ തന്നെ ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇപ്പോൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്തു. 3 4 ഡബിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ ഈ 2 ചെയിൻ ചെയ്തു, അത് കൂടാണ്ട് 4 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി 4 ചെയിൻ ചെയ്യാം. 1 2 3 4. എന്നിട്ട് ഇതിങ്ങോട്ട് ചരിച്ച് പിടിക്കുക. പിടിച്ചിട്ട് ഒപ്പം വരുന്ന സ്ഥലത്തല്ല, കുറച്ച് ബാക്കോട്ട് നീങ്ങിയിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. കണ്ടോ? അപ്പോൾ ഇങ്ങനെ കിട്ടും. വീണ്ടും ചെയിൻ ചെയ്യാം. 2 ചെയിൻ ചെയ്യാം. പിന്നെ ഹുക്ക് ഇങ്ങനെ കടത്തി നേരത്തെ ചെയ്ത പോലെ തന്നെ ഡബിൾ ക്രോഷ്യ ചെയ്യാം. 1 2 3 4 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഈ 4 ചെയിൻ ചെയ്യാം. 1 2 3 4. അങ്ങനെ വെച്ച് നോക്കിയിട്ട് പിന്നെ കുറച്ച് ബാക്കോട്ട് നീങ്ങിയിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്യും. കണ്ടോ? ചെയ്ത് വരുമ്പോൾ ഈ ഡിസൈനിൽ കിട്ടും. പിന്നെ സിംഗിൾ ക്രോഷ്യ 2 ചെയിൻ. പിന്നെ ഇവിടെ വീണ്ടും 4 ഡബിൾ ക്രോഷ്യ ചെയ്യാം. 1 2 3 4. ഇനി 4 ചെയിൻ ചെയ്യാം. 1 2 3 4. പിന്നെ ഇവിടെ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ചെയ്തു വരുമ്പോൾ ഈ ഡിസൈനിൽ കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.